മണിക്കൂറുകൾക്കുള്ളിൽ പാലക്കാട് നിയുക്ത എംഎൽഎ ആരാണെന്ന് റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കും. പടിയിറങ്ങുന്നത് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ലൈംഗികാരോപണങ്ങളെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. 4 മാസങ്ങൾക്ക് ഇപ്പുറം രാഹുലിന്റെ ജനകീയതയിൽ ഇടിവുകൾ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ തന്നെ വിശ്വസിച്ചേൽപ്പിച്ച പാലക്കാടിന്റെ ഭരണസാരഥ്യം അതിന്റെ അവസാന മണിക്കൂറിലും രാഹുൽ മാങ്കൂട്ടം നിർവഹിക്കുന്നുണ്ട്. നിർധനരായവർക്ക് വീട് നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്മൈൽ പദ്ധതി ഏറെ ജനകീയമാണ്. അവസാന മണിക്കൂറിലും 5ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പടിയിറങ്ങുന്നത്. 5 നിർധന കുടുംബത്തിന്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ രാഹുലിന് സാധിച്ചിട്ടുണ്ട്. എംഎൽഎ സ്ഥാനം രാജിവെക്കുന്ന അവസാന മണിക്കൂറുകളിലും കർമ്മനിരതനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്മൈൽ പദ്ധതിയുടെ അവസാന വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങുകളുടെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. Congratulations. Hello. പിന്നെ ഈ പ്രസാദിന്റെ അത് ഇവിടെ പ്രസാദിന്റെ നമ്മള് പോണ റോഡ് സൈഡ് അന്ന് കയറിപ്പോയില്ലേ? എന്താണ് ഉഷാറല്ലേ? ഇന്നില്ല ദോശ വാങ്ങി തരുന്ന ദോശ വാങ്ങി നേരെ ഇങ്ങോട്ട് വിടാം. എന്താണ് എന്തായി എന്തായി ഇടയ്ക്കൊരു കണ്ട ഇഷ്ടായ എവിടെ എന്താണ് ഓ അതൊന്നും കാര്യം മോഹൻ സാർ അതുകൊണ്ടാണിപ്പം താത്താക്കും എല്ലാവർക്കും വിഷമിക്കാതിരിക്കുക. സന്തോഷമുള്ള ദിവസമല്ലേ? അത്ര വിഷമിക്കുന്നേ
കാണിക്കുന്നത്? വേണ്ട വേണ്ട. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്തായാലും വളരെ ദയനീയമായ ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഒരു പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള ഒരു കിണറ്റിൽപ്പെട്ട് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അതിനു മുമ്പ് ആ പെൺകുട്ടിയുടെ ഭർത്താവ് കാലിലെ ഞരമ്പ് മുറിച്ച് മരിച്ചു. അങ്ങനെ 2 തീരാദുഃഖം, ഒരു വർഷത്തിനുള്ളിൽ വലിയ 2 തീരാദുഃഖങ്ങൾ. അതിലൊരു ചെറിയൊരു കുട്ടിയുണ്ട്, 2 വയസ്സായ കുട്ടി. ആ കിണറ്റിൽപ്പെട്ട് മരിച്ച ആ കുട്ടിയുടെ അമ്മയാണ് ലക്ഷ്മി. ലക്ഷ്മിക്കാണെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖമാണ്. അതുകൂടാതെ ഒരു വിധവയായ ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരു അമ്മ, പിന്നെ വല്ലപ്പോഴും പണിക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു പയ്യൻ, അവനും സുഖമില്ലാത്ത ഒരു പയ്യനാണ്. വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ മഴക്കാലത്തൊക്കെ വെള്ളം ഒലിച്ച് വെള്ളത്തിന്റെ ഉള്ളിലാണ് പാവങ്ങൾ കിടക്കുന്നത്. എന്തായാലും മാത്തൂർ പഞ്ചായത്ത് തന്നെ 100% അർഹതയുള്ള കുടുംബമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ തൊട്ടടുത്ത വീടുകളൊക്കെ ഓലപ്പരയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ദയനം. പല ആളുകളും ഇങ്ങനെ ഒരു കുടുംബത്തിന് ഒരു വീട് കൊടുത്തതിന്റെ പേരിൽ എല്ലാ ആളുകളും ചെയ്തത് നന്നായി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതിന്റെ എല്ലാ ഗുണങ്ങളും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ കിട്ടട്ടെ, അവർക്ക് അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷതയിലേക്ക് അബ്ദുവിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സഹായിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 4 വീട് ഏറ്റെടുത്ത് രണ്ടാമത്തെ വീട് പൂർത്തിയാക്കി തന്ന ഇന്ത്യൽമണി ഗ്രൂപ്പിന്റെ ചെയർമാൻ മോനേട്ടൻ, അതുപോലെ വൈസ് പ്രസിഡന്റ് ഷെമില, ഇസ്മയിൽ, ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീകുമാരൻ, കൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള മറ്റ് മെമ്പർമാരെ. എന്തായാലും ഇസ്മയിൽ സൂചിപ്പിച്ച കാര്യം, നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അബ്ദുക്ക, നമ്മുടെ ഈ പദ്ധതിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായ ഇന്ത്യൽമണിയുടെ മോനേട്ടൻ, KPCCയുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ചന്ദ്രേട്ടൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയേട്ടൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പ്രദേശി ഇസ്മയിൽക്ക, മറ്റ് എല്ലാ വേണ്ടപ്പെട്ട ആളുകളാണ് എല്ലാവരും. ഇത് ഈ വീടിന്റെ പശ്ചാത്തലത്തെ പറ്റിയൊക്കെ ഇസ്മയിൽക്കയും അതുപോലെ അബ്ദുക്കയും സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഇതുവഴി പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഇസ്മയിൽക്കയും അബ്ദുക്കയും എന്നോട് ഈ വീടിന്റെ ഒരു സാഹചര്യത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത്. ചെറിയ മോളാണ്, അവൾക്ക് അച്ഛനും അമ്മയും നഷ്ടമായി, മുത്തശ്ശി വേണം നോക്കാനായി, മുത്തശ്ശിക്കും ആരോഗ്യ പ്രയാസങ്ങളുണ്ട്, മുത്തശ്ശിയുടെ അമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് എന്ന് അന്നേ പറഞ്ഞിരുന്നു. ഒരിക്കൽ നമ്മളിവിടെ വന്ന് കാണുകയും ചെയ്തു. അപ്പോൾ നമ്മൾ MLA ആയി മത്സരിക്കുന്ന സമയത്ത് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കുകളിലൊന്നാണ്, നാടിന്റെ ജനപ്രതിനിധിയാകാൻ ഒരു അവസരം തന്നാൽ ആദ്യം ചെയ്യുക വീടില്ലാത്ത ആളുകൾക്ക് വീട് വയ്ക്കാനായി ഒരു പദ്ധതി തുടങ്ങുമെന്ന്. അങ്ങനെ നമ്മൾ സ്മൈൽ പദ്ധതിക്ക് തുടക്കമായി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കരുത്തും കാവലുമായത് ഇന്ത്യൽമണിയാണ്. ഈ പദ്ധതിയെപ്പറ്റി ഉമേഷ് ഏട്ടനോട്, മോഹൻ സാറിന്റെ മകനോട് സംസാരിച്ചപ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു, നീ അച്ഛനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മോനേട്ടനെ പോയി കാണുമ്പോൾ അദ്ദേഹം പാലക്കാടുകാരനാണ്, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഒരു പാലക്കാട് അങ്ങനെ ഒരു പദ്ധതി ചെയ്യുന്നതിനകത്ത് വലിയ സന്തോഷമാണെന്ന് പറയുകയും അങ്ങനെ നമ്മുടെ ഭവന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ആദ്യം തറക്കല്ലിട്ട വീടുകളിലൊന്നാണെന്ന്. അത് ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ പദ്ധതിയിൽ പറയുന്ന പോലെ സ്മൈൽ, ചിരിക്കാനല്ലാതെ വേറെ ഒന്നും നമുക്ക് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വളരെ വേഗത്തിൽ ഈ വീട് പണി, ഇപ്പോൾ ഈ വീട് പണിയുടെ ഒരു പ്രത്യേകത, ഇവിടെയൊക്കെ സാധനങ്ങൾ എത്തിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അരുണാണ് അതിന് എല്ലാവിധമായിട്ടുള്ള നേതൃത്വവും കൊടുത്തത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളോടുമുള്ള സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ സന്തോഷത്തിൽ പങ്കാളികളായ എല്ലാവർക്കും സ്നേഹാശംസകൾ. ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇന്ത്യൽമണിയുടെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട മോഹനേട്ടെ. രാഹുൽ രാവുണ്ട് മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും വന്ന് ഈ പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്തോളൂ, എങ്ങനെ വേണം നമുക്ക് പൂർത്തീകരിക്കാം. 20 ആണെങ്കിൽ എത്രയാണ്, എത്ര വീടുകളാണോ അത്രയും വീടുകൾ നമുക്ക് പറ്റുന്നു, അത്രയും വീടുകൾ പണിത് കൊടുക്കാം. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നതും ഫണ്ട് തരുന്നതും ഞങ്ങൾ സ്വരൂപിച്ചതും എല്ലാമായ
എല്ലാ പൈസകളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും വീണ്ടും അത് വരട്ടെ. നാളത്തെ റിസൾട്ട് അറിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഇനി പറയും ഓക്കെ ഇത്രയും വീടുകളോട് അതൊക്കെ വരട്ടെ. അത് നല്ലതായിട്ട് തന്നെ വരട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക് മാഡം, ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാം സുഖമായിരിക്കുക. ദൈവന്റെ അമ്മ ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ വീടൊക്കെ കിട്ടിയിരിക്കുന്നത് എന്താ തോന്നുന്നേ? നല്ലത് തോന്നുന്നു. ആ ഇങ്ങനെ വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലുമില്ല. എന്താ പറയുക, മണ്ണിൽ ചളിയെ കാണുവാനാണ് ചളി പട്ടപ്പരയിൽ ദൈവം കൊണ്ട് കിട്ടി. രാഹുൽ സാറായിട്ട് രാഹുൽ സാറും മോഹൻ സാറും നന്ദി ആരോടൊക്കെയാ പറയുന്നത്? രാഹുൽ സാറിനോട്, പിന്നെ മോഹൻ സാറ്, അദ്വാനെ, ഇസ്മയിൽ നദീർക്ക, എന്തിനാണ് ഇങ്ങനെ ആ സമയത്ത് കരഞ്ഞായിരുന്നല്ലോ? അതെന്റെ മകളുടെ ആലോചിച്ചപ്പോ ഇപ്പൊ നെഞ്ചുവേന വന്നപ്പോ നെഞ്ചുവേന വന്നിട്ട് അവർ പോയപ്പോ കാരണമില്ല, മകള് മരണപ്പെട്ടു. ഓക്കെ.